മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വൺവേ ഗതാഗതത്തിന് അനുമതി നൽകിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. മണ്ണിടിച്ചൽ ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനായാണ് മൂന്നാർ CSI പള്ളിക്ക് സമീപം വൺവേ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടിമാലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേശീയപാത വഴി നേരിട്ട് മൂന്നാർ ടൌണിലേക്ക് പ്രവേശിക്കും. അതേസമയം മാട്ടുപ്പെട്ടി മറയൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേവികുളം റൂട്ടിലെ ചെറിയ പാലം കടന്ന് പുതിയ പാലം വഴി അടിമാലിയിലേക്ക് പോകണം. ഗതാഗത സുഗമമാക്കാൻ സ്ഥലത്ത് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത അതോറിറ്റി എന്നിവയുടെ പ്രത്യേക നിരീക്ഷണമുണ്ടാകും. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വാഹനങ്ങൾ നിർത്താനോ യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങാനോ പാടില്ല. മണ്ണിടിച്ചിലിന്റെ ലക്ഷണങ്ങളോ മറ്റേതെങ്കിലും അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഗതാഗതം നിർത്തിവെക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ഇടുക്കി ലൈവ് ന്യൂസ് മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. രൂപങ്ങൾ, രൂപക്കൂടുകൾ, ഹൈ ക്വാളിറ്റി LED ഫോട്ടോസ് വാറന്റിയോടുകൂടി. തടി ഫ്രെയിം ഫോട്ടോകൾ, ഫോട്ടോ ഫ്രെയിമിംഗ്, ക്യാൻഡിൽസ്, ക്യാൻഡിൽ സ്റ്റാൻഡുകൾ, വാഹനങ്ങളിൽ വയ്ക്കുന്ന കാർ സ്റ്റാച്യൂസ് തുടങ്ങിയവ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.